Start. Hello friends, Namaskaram. Good morning, sir. Good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നലെ ആരെങ്കിലും ട്രേഡ് എടുത്തിരുന്നോ? പേപ്പർ ട്രേഡിംഗ് ചെയ്തത്. പേപ്പർ ട്രേഡ് എടുത്തിരുന്നോ? ഓക്കെ. അയൺ കോണ്ടൂർ സെല്ലിംഗ് അല്ലേ? അതെ. ഓക്കെ. ആരെങ്കിലും ബൈ ചെയ്തിരുന്നോ? ഓപ്ഷൻ ബൈങ് ചെയ്തിരുന്നോ? ഇന്നലെയോ മിനിഞ്ഞാന്നോ? എങ്ങനെയാണ് നിങ്ങൾ ബൈ ചെയ്യാൻ നോക്കിയിട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ചാർട്ട് അനാലിസിസ് ചെയ്യാൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാനോ അല്ലെങ്കിൽ എവിടെ നിന്ന് എടുക്കണം ഉള്ളതിനെ കുറിച്ചോ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഓക്കെ. 5 1 day. സർ, ചോദിച്ചോ. ഞാൻ 83 ബാച്ചാണ്. അപ്പൊ നമ്മളന്ന് ഈ അയൺ കോണ്ടോറിന്റെ ക്ലാസ് ഒക്കെ കുറച്ച് സ്റ്റോപ്പ്, അതിന്റെ കണ്ടിന്യൂഷൻ എപ്പോഴുണ്ടാവും? അതിന്റെ കണ്ടിന്യൂഷൻ വരും. നമ്മൾ ആദ്യം ഇപ്പോൾ ബൈയിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു 2-3 ദിവസം ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ബൈയിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ബെയർ കോൾ സ്പ്രെഡ്, ബുൾപുട്ട് സ്പ്രെഡ് പോലെയുള്ള സെല്ലിംഗ് സ്ട്രാറ്റജീസ് വരും, സിംഗിൾ ലെഗ്ഡ് സ്ട്രാറ്റജീസ്. അതിനുശേഷം ഡബിൾ അല്ലെങ്കിൽ 4 ലെഗുള്ള സ്ട്രാറ്റജീസ് വരും. അറ്റൻഡ് ചെയ്തതാണ്. ഏത് അയൺ കോണ്ടോറിന്റെ ക്ലാസ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ബേസിക് ലൈവ് ആൻഡ് അഡ്വാൻസ്ഡ് ലൈവ് 2 സെക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളിൽ ഡൗട്ട്സുകൾ ഉള്ളവർക്കും ക്ലാരിറ്റി കുറവുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ. അപ്പോൾ നമ്മൾ ഉണ്ടാവും. നമ്മൾ ഈ ഒരു സെക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കുറച്ച് ദിവസം ബൈയിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഓപ്ഷൻ ബൈയിങ്, ചാർട്ട് അനാലിസിസ്, പിന്നെ ഇൻട്രാഡേ ട്രേഡിങ്. അതിനുശേഷം പതുക്കെ നമുക്ക് സ്പ്രെഡ് സ്ട്രാറ്റജികൾ, അതായത് സെല്ലിംഗ്, ഹെഡ്ജിങ് സ്ട്രാറ്റജികൾ ഫോക്കസ് ചെയ്യാം, അതിൻ്റെ എക്സിക്യൂഷൻ ഡീറ്റെയിൽസ്. പിന്നെ കുറച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. ഓക്കെ. അതെ. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് നിഫ്റ്റി അനലൈസ് ചെയ്തിട്ട് ഇന്ന് വരാൻ സാധ്യതയുള്ള ബൈയിങ് അല്ലെങ്കിൽ ഹെഡ്ജിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാധ്യതയുള്ള സ്റ്റോക്സുകൾ നമ്മൾ അനലൈസ് ചെയ്യും കുറച്ച് നേരം. അതിനുശേഷം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്യും. പല ആൾക്കാർക്കും ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ സെൻസിബിളിൽ ആ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്നോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ഓക്കെ. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ചാർട്ടുമായി കോൾ ബൈ എടുത്തിട്ടുണ്ടോ? ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് വരാം. ഇന്നലെ അപ്പോൾ നമ്മൾ ചാർട്ടിൽ അനലൈസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നോ? സർ, കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് കിട്ടിയിട്ടില്ലല്ലോ. അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ എന്തായാലും ഒന്ന് പറയാം. ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ അതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാപ്ടോപ്പിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഒക്കെ ആയിട്ടല്ലേ ഫിനിഷ് ആയി, അതുകൊണ്ടായിരിക്കും റെക്കോർഡിംഗ് കിട്ടാതിരുന്നത് തോന്നുന്നു. ഈ റെക്കോർഡിംഗ് വെബ്സൈറ്റിലാണോ സർ അപ്ലോഡ് ചെയ്യുന്നത് അതോ ഗ്രൂപ്പിലാണോ? ട്രേഡിംഗ് വെബ്സൈറ്റിലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ മാക്സിമം ഇതിൻ്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലിങ്ക് ഫോർവേഡ് ചെയ്യാൻ പറയാം ഈ ഒരു ഗ്രൂപ്പിലേക്ക്. അപ്പോൾ
നമ്മൾ ചാർട്ട് അനാലിസിസ് അല്ലേ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, റൗണ്ട് നമ്പർ, ഫിബൊനാച്ചി, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ആ ഒരു പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്നത്തെ നിഫ്റ്റിയിൽ നമുക്ക് എവിടെയാണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ആ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. റൗണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിബ് ലെവൽസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇതുപോലുള്ള ഏത് ടൈം ഫ്രെയിമിലാണ് വരയ്ക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാം ആദ്യം. എല്ലാവർക്കും ക്ലിയർ ആണോ? നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ടൈം ഫ്രെയിം ഏറ്റവും ആദ്യം ഏത് ടൈം ഫ്രെയിം ആണ് എടുക്കുക നമ്മൾ കണ്ട സ്ട്രാറ്റജിയിൽ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഓർഗനൈസ്ഡ് സ്ട്രാറ്റജി ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആദ്യത്തെ ഫ്യൂ മന്ത്സ് 1 or 2 or 3 months നിങ്ങൾ ആ ഒരു റുട്ടീൻ ബേസ് ചെയ്ത് തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോഴാണ് ഒരു അടുക്കും ചിട്ടിയും വരിക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 1 day അല്ലെങ്കിൽ 1 hour എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ആ റൂൾസുകളൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, നല്ലൊരു പ്രാക്ടീസ് കിട്ടുന്നവരെ അത് സിസ്റ്റമായിട്ട് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് ആദ്യം അനലൈസ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ? ഡേ ടൈം. ഡേ ടൈം ഫ്രെയിം അല്ലേ. ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക, എന്തൊക്കെയാണ് മാർക്ക് ചെയ്യുക? മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചർ അല്ല, കഴിഞ്ഞ 3-4 ദിവസങ്ങളുടെ വിസിബിൾ ആയിട്ടുള്ള ഹൈസ് ആൻഡ് ലോസ്, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് മുകളിലും താഴെയുമുള്ള ഹൈസ് ആൻഡ് ലോസ് അല്ലേ. അപ്പോൾ ഇതാണ് ഡെയിലി ടൈം ഫ്രെയിം. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് താഴെയും മുകളിലുമുള്ള ഹൈസ് ആൻഡ് ലോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വയം മാർക്ക് ചെയ്യാവുന്ന തരത്തിൽ ക്ലിയർ ആണോ? ഇതിൽ നിങ്ങളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം, എവിടെയായിരിക്കും നിങ്ങൾ മാർക്ക് ചെയ്യുക? ഇതാണ് ഡെയിലി ടൈം ഫ്രെയിം. കഴിഞ്ഞ 3-4 ദിവസങ്ങളുടെ ഹൈസ് ആൻഡ് ലോസ്, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് മുകളിലും താഴെയും, അകലെ വേണ്ട, എവിടെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. അതിനുശേഷം ഞാനത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ വിചാരിച്ചത് ശരിയായിരുന്നോ, അവിടെ തന്നെയാണോ നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നതെന്ന്. ഓക്കെ, ഇമാജിൻ ചെയ്തില്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. Alt+H, അതാണ് ഷോർട്ട് കട്ട് ഫോർ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് താഴെ ആയതുകൊണ്ട് ഞാനിത് സപ്പോർട്ടായിട്ട് ഗ്രീൻ കളറിൽ വരയ്ക്കുന്നു. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് മുകളിലുള്ള ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തന്നെയാണോ എല്ലാവരും ഇമാജിൻ ചെയ്തിരുന്നത്? എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിരുന്നോ? ഹൈ കറക്റ്റ് ആയിരുന്നല്ലോ. ലോ ഇവിടെയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെ, താഴെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പൊ നോക്കേണ്ടത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് താഴെയുള്ള കഴിഞ്ഞ 3-4 ദിവസങ്ങളുടെ ഹൈ ആൻഡ് ലോ. അപ്പൊ ഇത് ഒരുപാട് അകലെയാണ്. ഇവിടേക്ക് ഇന്ന് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇന്നലത്തെ ഹൈ അല്ലെ. അതുപോലെ പറഞ്ഞോ സർ, നമ്മളിത് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമാണോ 3-4 ദിവസത്തെ ഹൈയും ലോ മാർക്ക് ചെയ്യേണ്ടത്, അത് മുന്നാണോ? മുന്നേ മാർക്ക് ചെയ്തോ? മുമ്പ് മാർക്ക് ചെയ്യാം. നമ്മൾ മുൻപ് മാർക്ക് ചെയ്യണമെങ്കിൽ 23,063. ഇപ്പൊ സാർ ലാസ്റ്റ് വെച്ചത് മുമ്പ് പറഞ്ഞില്ലേ മിസ്റ്റേക്ക്, ഞങ്ങൾ സപ്പോർട്ട് വരച്ചത് 2 ദിവസം മുൻപത്തെ ലോ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയതിനു ശേഷമാണെങ്കിൽ ഇനി ഇത്രയും ദൂരത്തേക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനി സപ്പോർട്ട് ആവുന്നത് ഇന്നലത്തെ ഹൈയും അതുപോലെ തന്നെ 5-ാം തീയതിയിലത്തെ ലോയും ആയിരിക്കും അല്ലെ. ഇത് രണ്ടും ഒരേ ആംഗിളിലാണ് നിൽക്കുന്നത്, ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ വരയ്ക്കുന്നതിന് ഇപ്പൊ വലിയ അർത്ഥമില്ല. പിന്നെ മാർക്കറ്റ് താഴേക്ക് വരണമെങ്കിൽ അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓരോ ലൈൻസെങ്കിലും വരച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒന്നായതുകൊണ്ട് ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് അല്ലെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വേണമെങ്കിൽ കട്ടി കൂട്ടി ഇവിടെ സെറ്റിംഗ്സിൽ പോയി ആ പിക്സൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 4 ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം അത് 2 ദിവസത്തിന്റെ ടേണിംഗ് പോയിന്റ്സ് ആണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊന്നും നമ്മൾ 5 മിനിറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ 1 ഡേയുടെ ചാർട്ടിൽ തന്നെയേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വരച്ചു. ദെൻ സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? ഇനി ഏത് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോകും? 1 hour ആവാം, അല്ലെങ്കിൽ 30 minutes ആവാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫ്ലെക്സിബിലിറ്റി ആവാം. അപ്പോൾ 1 hour വേണമെങ്കിൽ 1 hour നോക്കാം, 30 minutes വേണമെങ്കിൽ 30 minutes നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ
വരച്ചതല്ലാതെ പുതിയ ഏതെങ്കിലും ഹൈസ് ആൻഡ് ലോസ് ക്ലിയർ ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഒരു ബോക്സ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഏതെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ വരയ്ക്കാത്ത എന്നാൽ ഇതിൽ നമുക്ക് വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഒരെണ്ണം ഇതാണ് അല്ലെ, ഇത് 327. അല്ലെ ഈ ഒരു സപ്പോർട്ട്. അപ്പോ സപ്പോർട്ട് ആവണമെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് വന്നിട്ടുണ്ടാവണം, മുകളിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ ഒരു ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അതിനുശേഷം ഇന്നലെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോയ ഒരു പ്രൈസ് ലെവലാണിത് അല്ലെ. ഇത് സപ്പോർട്ടാണ്. ഇനി ഏതെങ്കിലും റെസിസ്റ്റൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? റെസിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ഒരു 30 മിനിറ്റ്സിലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇത് റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് കൂടി കാണാൻ പറ്റിയാനെ. അപ്പോൾ 1 hour or 30 minutes. അപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു റെസിസ്റ്റൻസ് കൂടി നമുക്കൊന്ന് വരയ്ക്കാം. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മേലെയുള്ള ഈ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ അത് ചെറിയ ചെറിയ ടൈം ഫ്രെയിംസുകളിലേക്ക് പോകും തോറും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരും. ഫോർ എക്സാമ്പിൾ 15 മിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഇത് കാണാം അല്ലെ. മാർക്കറ്റ് താഴെ നിന്ന് മുകളിലേക്ക് പോയി വീണ്ടും അവിടെ തട്ടി താഴത്തേക്ക് തിരിച്ചു അല്ലെ. ഒരു സീലിംഗ് പോലെ വർക്ക് ചെയ്ത സ്ഥലം, ഇതൊരു ഫ്ലോർ പോലെ വർക്ക് ചെയ്തൊരു സ്ഥലം. അപ്പോൾ തൊട്ടടുത്തുള്ള എന്താണ് പറയുക, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ അത് 1 hour നോക്കിയിട്ട് കിട്ടാത്തത് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5 മിനിറ്റിൽ നോക്കുന്നു അല്ലെ. 5 മിനിറ്റിൽ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം ഈ സപ്പോർട്ടും അതുപോലെ ഈ റെസിസ്റ്റൻസും ആണ്. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മേളിലും താഴെയും വരച്ചാൽ മതി. ഇനി വേറെ ഏതെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിലേക്ക് വന്നു, വേറെ ഏതെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ബിഗ് ടേണിംഗ് പോയിന്റ്സ്. സർ ഇപ്പം വരച്ചേക്കുന്ന റെസിസ്റ്റൻസിന്റെ താഴെ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ടല്ലോ, ഇവിടെയാണോ? അതെന്തുകൊണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നില്ല? ഇവിടെയാണോ? ഇപ്പൊ റെസിസ്റ്റൻസ് വരച്ചേക്കുന്നതിന്റെ ഇത് ഇപ്പൊ റെസിസ്റ്റൻസ് വരച്ചത് ഇത്. അതിന്റെ താഴെ എന്ന് പറയുമ്പോൾ താഴെ കുറെ ഇവിടെയാണ്. അവിടെ അതെന്തുകൊണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നില്ല? ഇതിപ്പോ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് താഴെയല്ല, അപ്പൊ സപ്പോർട്ടായിട്ടല്ലേ എടുക്കാം. അപ്പൊ ഇനിയിപ്പോ ഏകദേശം ആ ലെവലല്ലേ, സെയിം ലെവലല്ലേ വരുന്നേ? ഇതല്ല ഉദ്ദേശിച്ചേ. അതല്ല അതിന്റെ മേളില് റെസിസ്റ്റൻസ് ബോക്സ് ആയിട്ട് വരച്ചിട്ടില്ലേ? ഇത് അതെ, ഈ ഒരു ബോക്സ്. ആ ബോക്സ് വരച്ചേക്കുന്നതിന്റെ തൊട്ട് താഴെ 2-3 ക്യാൻഡിൽ ഉണ്ടല്ലോ. ഇവിടെയാണോ? ഇതിന് താഴെ 2-3 ക്യാൻഡിൽ എന്ന് പറയുന്നത് ആദ്യത്തെ 2 ക്യാൻഡിൽ വെച്ച് വരച്ചു. അതിന്റെ തൊട്ടടുത്തുള്ള ക്യാൻഡിൽസ്, ആ ക്യാൻഡിൽസ് ഒക്കെ ഇതാണോ? ഇവിടെയാണോ ഉദ്ദേശിക്കുന്നത്? ക്യാൻഡിൽസ് ഈ ഒരു ബോക്സിന്റെ താഴെ കുറച്ചുകൂടെ താഴെയായിട്ട് റെസിസ്റ്റൻസ് വന്നും കൂടി. ഇതിലാണോ? ഈ റെഡ് മാർക്ക് ചെയ്തതിന്റെ ഉള്ളിലാണോ ഉദ്ദേശിക്കുന്നത്? അത്രയല്ല, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ലൈനല്ലേ വരുള്ളൂ. അല്ല, നമ്മളൊരു സോൺ ആയിട്ടാണ് റെസിസ്റ്റൻസിനെ കാണേണ്ടത്. നമ്മൾ പലപ്പോഴും ഒരു ലൈനായിട്ട് വരയ്ക്കുകയാണെങ്കിൽ സോൺ ആയിട്ട് കാണണം. ഈ ഒരു ലെവലിലാണോ റെസിസ്റ്റൻസ് വരച്ചു? ആ ലെവലല്ല, പിന്നെ അതിന്റെ മേലെ റെസിസ്റ്റൻസ് ഇത് അതല്ല, അതിന്റെ ലാസ്റ്റ് ക്യാൻഡിൽസ് ആണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്പോട്ട്, ഈ ഒരു സ്പേസ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് റെസിസ്റ്റൻസ് ആവണമെങ്കിൽ മാർക്കറ്റ് ടേൺ ചെയ്തിട്ടുണ്ടാവണം. അതായത് താഴെ നിന്ന് മുകളിലേക്ക് പോയി ഇവിടെ തട്ടി തിരിച്ച് താഴേക്ക് വന്നിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അത് റെസിസ്റ്റൻസ് ആവുള്ളൂ. അതുപോലെ തന്നെ സപ്പോർട്ട് ആവണമെങ്കിൽ മേളിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് ടേൺ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവണം. അതുപോലെ ഒരു ഏരിയ ആണ് സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ സപ്ലൈ സോൺ ആണ്. സപ്ലൈ സോൺ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സപ്ലൈ സോൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പല ആൾക്കാരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കുറച്ച് പറയുന്നു മാത്രം. സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സെല്ലിങ് വന്നതിന് തൊട്ട് മുമ്പുള്ള പ്രൈസ് ലെവൽ. മാർക്കറ്റ് എവിടെ നിന്നാണോ വലിയൊരു ഫോൾ ഉണ്ടാക്കിയത് അതിന് തൊട്ട് മുമ്പുള്ള പ്രൈസ് ലെവൽ. അപ്പോൾ നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ താഴത്തേക്ക് വീണ് ബൗൺസ് ബാക്ക് ചെയ്യുന്ന പോലെ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ലെവലാണ് നമ്മൾ സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് മുകളിൽ നിന്ന് വന്നിട്ടുണ്ടാവണം, അതുപോലെ തന്നെ മുകളിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവണം.
അതായത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസും. അപ്പോൾ നമുക്കിനി ഇവിടെ ഈ 5 മിനിറ്റിലാവുമ്പോൾ നമുക്കൊരു കാര്യം കൂടി കാണാം. ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലെ, ഈ രണ്ടെണ്ണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ മിനിഞ്ഞാന്നത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് ഇപ്പോൾ സപ്പോർട്ടായിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലെ. ഒരിക്കൽ റെസിസ്റ്റൻസ് ആയത് പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാണാതെ പോകരുത്, ഈ രണ്ടെണ്ണം. അത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ 1 അവറിലോ 1 ഡേയിലോ ഒന്നും കിട്ടിയിരുന്നില്ല അല്ലെ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിലാവുമ്പോഴാണ് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ ഇവിടെ വരച്ചിട്ടാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് കഴിഞ്ഞ ഏതോ ദിവസങ്ങളുടെ ഹൈ ആൻഡ് ലോ ആണെന്നുള്ളത് അല്ലെ. പിന്നെ നമുക്ക് ഈ ഒരു ലൈൻ കൂടി വരയ്ക്കാം. തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാം. കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോഴത്തെ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം താഴെയാണ്, അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളതാണ്. ട്രെൻഡ് എങ്ങോട്ടാണ്? ഇപ്പോഴത്തെ ഒരു ടെമ്പററി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അപ്പോൾ 5 മിനിറ്റിൽ നോക്കാം. ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളത് 5 മിനിറ്റിൽ നോക്കാം അല്ലേ. ഇപ്പം നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ട്രെൻഡ് എങ്ങോട്ടായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്? മാർക്കറ്റ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് ഈ ഒരു ക്യാൻഡലിൽ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ട്രെൻഡ് മുകളിലേക്കാണ് അല്ലേ. അപ്പോൾ ട്രെൻഡ് മുകളിലേക്കാണെന്ന് അറിയാൻ നമ്മൾ നോക്കേണ്ടത് ഒരുപാടും മുമ്പത്തെ ചാർട്ടിലേക്കൊന്നും പോകണ്ട. ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്? ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ഉണ്ടാക്കി അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ഹയർ ഹൈ എന്ന് വിളിക്കാം, ഹയർ ഹൈ. അതുപോലെ തന്നെ ഈ ലോയുടെ മേലെയാണ് ഈ ലോ നിൽക്കുന്നത് അല്ലേ, ലോവർ ലോ. അപ്പോൾ നമുക്ക് മിനിമം ഒരു ട്രെൻഡ് സ്ട്രോങ് ആണ്, ബുള്ളിഷ് ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരു ഹയർ ഹൈയും ഒരു ഹയർ ലോയും പാസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നോ എന്നുള്ളത് വിഷയമല്ല. നമ്മളൊരു ട്രെൻഡ് ട്രേഡ് ചെയ്യുമ്പോൾ മിനിമം നമുക്ക് വേണ്ടത് ഒരു സെറ്റ് ഓഫ് ഹയർ ഹൈ ആൻഡ് ഒരു സെറ്റ് ഓഫ് ഹയർ ലോ. ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടുമ്പോൾ ബൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവലിന് മുമ്പ് മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്കാണോ താഴെ നിന്ന് മുകളിലേക്കാണോ, അതായത് അപ് ട്രെൻഡിലായിരുന്നോ ഡൗൺ ട്രെൻഡിലായിരുന്നോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലെ പ്രീവിയസ് 2 ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം ബുള്ളിഷ് ട്രേഡിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. അപ്പോൾ ഇനി ആ ബുള്ളിഷ് ട്രേഡ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ് ബെസ്റ്റ് എന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ട്രെൻഡിങ് മാർക്കറ്റിലാണെങ്കിലാണ് ഫിബൊനാച്ചിക്ക് റോള് വരുന്നത്. ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ ഫിബൊനാച്ചി അധികം നോക്കാറില്ല. പക്ഷേ ട്രെൻഡിങ് മാർക്കറ്റ്, ട്രെൻഡ് ആവാം ഡൗൺ ട്രെൻഡ് ആവാം, ട്രെൻഡിൽ പോകുമ്പോൾ ഫിബൊനാച്ചിയാണ് നോക്കാറ്. നേരെ മറിച്ച് സൈഡ് വേസ് ആയിട്ട് പോകുമ്പോൾ കൂടുതലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമാണ് നോക്കാറ്. ഇവിടെ കണ്ടോ, സൈഡ് വേസ് ആയിട്ടാണ് മാർക്കറ്റ് പോയത് അല്ലേ. അപ്പോൾ ഇവിടെ ഫിബ് നോക്കാറില്ല, കാരണം ഫിബിൽ മാർക്കറ്റ് നിൽക്കില്ല. അപ്പോൾ ഇതൊന്നും കൂടിയും ഈ ഒരു കോൺസെപ്റ്റ് വരയ്ക്കാം. മാർക്കറ്റ് ട്രെൻഡിങ് ആയിട്ട് പോകുമ്പോൾ, അത് അപ് ട്രെൻഡ് ആവാം ഡൗൺ ട്രെൻഡ് ആവാം, അപ്പോഴാണ് നമ്മൾ ഫിബൊനാച്ചി 61 അല്ലെങ്കിൽ 78 പോലെയുള്ള സ്പേസിന് ഡിപ്പെൻഡ് ചെയ്യുക. നേരെ മറിച്ച് മാർക്കറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ സിമിലർ ഹൈസ് സിമിലർ ലോസ് ആയിട്ട് മാർക്കറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫിബൊനാച്ചി 61 മാർക്കറ്റ് നിൽക്കാറില്ല, 78 നിൽക്കാറില്ല. അത് പ്രീവിയസ് സപ്പോർട്ടിൽ വന്നിട്ടാണ് തിരിക്കാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഫിബൊനാച്ചി ലെവൽസ് നോക്കാറില്ല. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ ഫിബൊനാച്ചി നോക്കണ്ട. പക്ഷേ ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഫിബൊനാച്ചിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് വിട്ടുപോയത്? റൗണ്ട് നമ്പേഴ്സ്. ഇതിന് തൊട്ടടുത്തുള്ള റൗണ്ട് നമ്പർ ഏതൊക്കെയാണ്? അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോഴത്തെ പ്രൈസ് 23,341. അപ്പോൾ തൊട്ട് മുകളിലുള്ള റൗണ്ട് നമ്പർ ഏതാണ്? 23,400 അല്ലേ, 400. അപ്പോൾ നമ്മളതൊന്ന് ഷാർപ്പായിട്ട് മാർക്ക് ചെയ്യുക. 23,400 മാർക്ക് ചെയ്യുക. അതൊരു സ്മോൾ റൗണ്ട് നമ്പറാണ് അല്ലേ. അപ്പോൾ അത് പിൻ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാനാണ് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു. അതിൻ്റെ ഷോർട്ട് കട്ട് Alt+H ആണ്, ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൗസ് എവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത് അവിടെ വെച്ചിട്ടൊരു Alt+H അടിച്ചാൽ മതി. അതിനുശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന സ്പേസിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതെപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്, നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വാച്ച് ചെയ്യണം. ഇവിടെ നിന്ന് റിവേഴ്സൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വാച്ച് ചെയ്യണം. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്, റൗണ്ട് നമ്പറുമാണ് അല്ലേ.
ഓക്കെ, ഈ ഒരു സോണിൽ നിന്നിട്ട് എപ്പോഴും നമ്മൾ പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നത് ഒരു സോണിലായിട്ട് കാണണം. അതുപോലെ തന്നെ താഴെ വരികയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്നൊരു ബുള്ളിഷ് എൻട്രിയും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി വലിയ റൗണ്ട് നമ്പേഴ്സ് ഒന്നും ഇപ്പോ ഇന്നത്തെ മാർക്കറ്റ് വലിയ പ്രസക്തി ഇല്ല. പക്ഷെ ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു ഹൈ ഒക്കെ വിട്ടിട്ട് ഇവിടെ ഒരു 23,500 എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 23,500 അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൗണ്ട് നമ്പറാണ്. അപ്പോൾ അതിന് നമുക്ക് റൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അപ്പോൾ 23,500 കുറച്ചുകൂടി സ്ട്രോങ് ആണ്. 23,400 300 കുറച്ചുകൂടി വീക്കാണ്. അപ്പോൾ ആ ഒരു റൗണ്ട് നമ്പറൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു മൊമെന്റം ഇന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ്. ഓക്കെ, ഇനി പക്ഷെ നമ്മൾ ഇപ്പോൾ അവിടേക്ക് നോക്കുന്നില്ല, കാരണം ഓൾറെഡി ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് മിക്കതും നാളേക്കൊക്കെ വരാൻ സാധ്യതയുള്ളൂ മുകളിലേക്ക് പോവുകയാണെങ്കിൽ. ഇനി നമ്മൾ നോക്കുന്നത് ഇനി എവിടെ നിന്ന് ബൈ ചെയ്യാന്നുള്ളതാണ്. കാരണം എന്താ, അപ് ട്രെൻഡ് മാർക്കറ്റ് നമ്മളെപ്പോഴും ബൈ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഫിബൊനാച്ചിയുടെ പ്രസക്തി. ഫിബൊനാച്ചി നമ്മൾ എവിടെ നിന്നാണ് വരയ്ക്കാന്ന് വെച്ചാൽ ഇതുപോലെ സാധാരണ നിലയ്ക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ എന്നാണ് ഫിബൊനാച്ചി വരയ്ക്കുക. ഇവിടം തുടങ്ങി ഇവിടം വരെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 61ഉം നമ്മളുടെ ഈ ഒരു സപ്പോർട്ടും ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളുടെ ഹൈ ആൻഡ് ലോസ് വരച്ചപ്പോൾ ആ ഗ്രീൻ ലൈൻ വരച്ചില്ലേ, അതും ഫിബൊനാച്ചി 61 മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിബൊനാച്ചി 61 + 78 രണ്ടും നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇടാം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തുനിന്നും നമുക്ക് എൻട്രി പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിനി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സോണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ട് ക്ലട്ടേഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ട്രീയിൽ പോയിട്ട് ഇതുവരെ നമ്മൾ ചെയ്ത ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കാം. ഈ ഒരു സോണിൽ നമുക്കൊരു ബോക്സ് വരയ്ക്കാം. ആ ഒരു ബോക്സിന് നമുക്കൊരു സിയാൻ കളർ കൊടുക്കാം. അതിനുശേഷം ഇതുവരെ നമ്മൾ വരച്ച എല്ലാ എന്താ പറയുക ടൂൾസുകളും ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പേര് കൊടുക്കാം ഇതിൽ. ഓക്കെ, അനാലിസിസ്. ഓക്കെ, പേര് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ വളരെ സിമ്പിളായില്ലേ, നമുക്ക് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്താൽ മതി. ഇനി ഒരു ഏരിയയിൽ വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അതുകൊണ്ട് നീട്ടി വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാം, ഫിബൊനാച്ചി 61ഉം 78ഉം നമ്മളിപ്പോൾ വരച്ചിട്ടേക്കുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഉള്ളൊരു ഏരിയയാണ് നമ്മൾ വരച്ചിട്ടേക്കുന്നത്. ഒന്ന് ഫൈൻ പോയിന്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എത്തിയിട്ട് മാർക്കറ്റിന് തിരിയുമ്പോൾ നമ്മളൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 5 മിനിറ്റിലാണ്. അപ്പോൾ ഇനി നമുക്ക് 1 മിനിറ്റിലേക്ക് പോയാലോ. 1 മിനിറ്റിലാണ് നമ്മളെപ്പോഴും സ്നിപ്പർ എൻട്രീസ് എടുക്കേണ്ടത്. സ്നിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിസ്ക് ടു റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള എൻട്രീസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മാർക്കറ്റ് നമ്മൾ കാണേണ്ടത് മുകളിലേക്ക് പോയി ഏകദേശം ഒരു 61-78% ഉള്ളിൽ വന്നിട്ട് മാർക്കറ്റ് തിരിയണം. അപ്പോൾ ആദ്യത്തെ തിരിവിലെടുക്കുന്നത് വളരെ റിസ്ക് ആണ്. ആദ്യം നമ്മൾ തിരിഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോൾ എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഇവിടെ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അല്ലെങ്കിൽ 5 മിനിറ്റിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ കാണണം അല്ലെ. ഇപ്പൊ നമ്മളിവിടെ ഇൻവെർട്ടഡ് ഹാമർ കണ്ട പോലെ ഒരു എന്താ പറയുക ഹാമറോ ഹാങ്ങിങ് മാനോ ബുള്ളിഷ് എൻഗൾഫിങ്ങോ അതുപോലെ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ 5 മിനിറ്റിൽ കാണണം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്, റൗണ്ട് നമ്പർ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ പ്ലസ് ഫിബൊനാച്ചി. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കുറച്ചുകൂടി നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആയില്ലേ? ഒരു സംശയം ചോദിച്ചത്, ആ ഫെഡ് പരിചയപ്പോൾ എന്തുകൊണ്ടാണ് ആ ലാസ്റ്റ് ഇതിൽ വരയ്ക്കാണ്ട് ലെഫ്റ്റിൽ വരച്ചത് സ്റ്റാർട്ട് ചെയ്തത്? പറയാം. സൗണ്ട് ഭയങ്കര കുറവായിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ സാധാരണ നിലയ്ക്ക് ഫിബ് വരയ്ക്കാൻ ക്ലാസിക്കലായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനൊന്ന് ഓടിച്ചു പോവാം. നമുക്ക് ഫിബ് ലെവൽസ് എക്സ്ക്ലൂസീവായിട്ട് വേറൊരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മളൊരു അപ് ട്രെൻഡിലുള്ള സ്ട്രക്ചറിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹയർ ഹൈ ഹയർ ലോ ഇങ്ങനെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കി അല്ലേ.
അപ്പോൾ അതിനുള്ളിലുള്ള എക്സ്ട്രീം സ്വിങ് ലോയിൽ നിന്നിട്ടാണ് നമ്മൾ ലേറ്റസ്റ്റ് ഹൈയിലേക്കാണ് നമ്മൾ ഫിബ് അളക്കേണ്ടത്. പക്ഷേ ബ്രേക്ക് ഔട്ടിൻ്റെ കേസിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ബ്രേക്ക് ഔട്ടിൻ്റെ കേസിൽ പല ആൾക്കാരും ഈ രണ്ട് സ്ഥലത്തുനിന്നും അളക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്. ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസിൽ ബേസിൽ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും പോയി റെസിസ്റ്റൻസ് എടുത്തപ്പോൾ മാർക്കറ്റ് ഒരുപാട് താഴ്ത്തേക്ക് വന്നു, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തപ്പോൾ അധികം താഴ്ത്തേക്ക് വന്നില്ല, അങ്ങനെ അത് ബ്രേക്ക് ചെയ്തു. ഇതാണ് ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഈ ഒരു കേസിൽ എന്തോ ആണല്ലേ, ഇന്നലെ നിഫ്റ്റിയിലാണോ? 1 മിനിറ്റിൽ ഇവിടെയാണോ? ഇതല്ലേ 1 2 ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ ഈ ഫിബൊനാച്ചി എന്ന് പറയുന്ന ശാസ്ത്രം നാച്ചുറലി ആൾക്കാർ യൂസ് ചെയ്ത് അതിന് വാല്യൂ കൂടി വന്നതാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഇനി മാർക്കറ്റ് ഈ നെക്ക് ലൈനിൽ സപ്പോർട്ട് എടുക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും ഫിബൊനാച്ചി 61 ഗോൾഡൻ റേഷ്യോ ആണ് ഇതിൽ ഏറ്റവും ഹിറ്റ്. ആ ഗോൾഡൻ റേഷ്യോയുമായിട്ട് ഇത് അലൈൻ ചെയ്യുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുക സ്മോൾ ഷോൾഡർ. സ്മോൾ ഷോൾഡറിൽ നിന്ന് ബ്രേക്ക് ആവുന്നതിന് മുമ്പുള്ള ഷോൾഡർ, അതിൽ നിന്ന് അത് ചിലപ്പോൾ 2 ഷോൾഡർ ഉണ്ടാവാം. 2 ഷോൾഡർ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്മോൾ ഷോൾഡറിൽ നിന്ന് ലേറ്റസ്റ്റ് ഹൈയിലേക്കാണ് നമ്മൾ അളക്കുക. ഇനി പല ആൾക്കാരും ക്ലാസിക്കായിട്ട് ഫിബ് അളക്കുന്നത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെ. മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് ഹൈ ആണോ ബ്രേക്ക് ചെയ്തത് അതിനുള്ളിലെ എക്സ്ട്രീം ലോയിൽ നിന്ന് അളക്കാം. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഇവിടെ നിന്ന് അളക്കുമ്പോഴുള്ള ഫിബൊനാച്ചി 50യും ഇവിടെ നിന്ന് അളക്കുമ്പോഴുള്ള ഫിബൊനാച്ചി 61ഉം അലൈൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഹൈ ഡിമാൻഡ് സോൺ. കാരണം എന്താ, പല ആൾക്കാരും ഇവിടെ നിന്ന് അളക്കുന്നു, പല ആൾക്കാരും ഇവിടെ നിന്ന് അളക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അളക്കുന്ന ആൾക്കാർ ഇവിടെ ഫിബൊനാച്ചി 50 ബേസ് ചെയ്ത് വാങ്ങും. നമ്മൾ ഫിബൊനാച്ചി 50 യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. കാരണം എന്താ, അത് അത്ര ഡീപ്പ് ഡിസ്കൗണ്ട് അല്ല. പക്ഷേ ഈ ഒരു റയർ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി മെർജ് ചെയ്യുന്ന സ്പോട്ടാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മളെപ്പോഴും ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട്, അത് അസെൻഡിങ് ട്രയാങ്കിൾ, ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പോലെയുള്ള പാറ്റേൺ ബ്രേക്ക് ഔട്ട്സ്, കപ്പ് ആൻഡ് ഹാൻഡിൽ, ഇതിലൊക്കെ നമ്മൾ അളക്കേണ്ടത് ആ ഹാൻഡിലിൻ്റെ ലോയിൽ നിന്നിട്ടാണ്. അടുത്ത എക്സാമ്പിൾ അസെൻഡിങ് ട്രയാങ്കിൾ 1 2 3 ഇതാണ് സ്മോൾ ഷോൾഡർ. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലേറ്റസ്റ്റ് ഹൈയിലേക്കാണ് അളക്കുക, ഇവിടെ നിന്നല്ല അളക്കുക. കാരണം എന്താ, ഇത് പല ആൾക്കാരും നോക്കാറില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ബ്രേക്ക് ഔട്ട് ഉണ്ടായ എവിടെ നിന്നാണ് ഫണ്ട് വന്നത് അതിൻ്റെ 78% അല്ലെങ്കിൽ 61%. ഓക്കെ, ഇനി കപ്പ് ആൻഡ് ഹാൻഡിൽ. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കൽ തടസ്സപ്പെടുന്നു, ഒരു വലിയ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു, അതിനുശേഷം എപ്പോഴോ പട്ടത്തിൽ കാറ്റ് പിടിച്ച പോലെ വീണ്ടും കയറി. അപ്പോൾ ഇതിനൊരു കപ്പിൻ്റെ ഷേപ്പ് ഒന്നും വേണമെന്നില്ല. വീണ്ടും കയറി വീണ്ടും ആ ഒരു റെസിസ്റ്റൻസിലെത്തുന്നു. അപ്പോൾ കുറേ പേര് വിൽക്കുന്നു, പക്ഷെ കുറേ പേര് വാങ്ങുന്നു. അതുകൊണ്ട് ഒരു ഹാൻഡിൽ ഉണ്ടാവുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുണ്ടാവാം, ഒരു കപ്പിൻ്റെ ഷേപ്പിലുണ്ടാവാം, ഒരു കപ്പ് ആൻഡ് കപ്പായിട്ടും കാണാം. അതിനുശേഷം ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നാണ് അളക്കുക. ഈ ഹാൻഡിലിൻ്റെ ബേസിൽ നിന്ന് നെക്കലെ ഈ ലേറ്റസ്റ്റ് ഹൈയിലേക്കാണ് അളക്കുക. അപ്പോൾ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിൻ്റെ 61 ആണോ 78 ആണോ ഏറ്റവും കൂടുതൽ നെക്ക് ലൈനായിട്ട് അലൈൻ ചെയ്യുന്നത്, അതാണ് ഹൈ ഡിമാൻഡ് സോൺ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഫിബൊനാച്ചിയും ചാർട്ട് പാറ്റേൺസും തമ്മിലുള്ള വിശ്വാസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിന് വളരെ സമാനമായ രൂപമാണ്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ട്രയാങ്കിളിന് വളരെ സമാനമായിട്ടുള്ള രൂപമാണ് അല്ലേ. ഇങ്ങനെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇല്ല എന്ന് മാത്രം അല്ലേ. അതായത് ഇൻ ഷോർട്ട് സപ്പോർട്ട് കയറി വരുന്നു, ഈ സപ്പോർട്ട് അതിൽ മേലെ ഈ സപ്പോർട്ട് അതിൽ മേലെ ഈ സപ്പോർട്ട്, ഭൂമിക്ക് സമാന്തരമായിട്ടുള്ളൊരു നല്ല കീ ലെവൽ റെസിസ്റ്റൻസ് അല്ലേ, ഇത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് അളക്കുന്നത്. ഓക്കെ, ഇതെന്തൊക്കെ അളന്ന് നോക്കിയാലും നിഫ്റ്റി ഒരിക്കലും ഇതൊന്നും കണ്ടിട്ടല്ല പോകുന്നത് അല്ലേ. പല ഫണ്ടമെന്റൽ കോഴ്സ് കൊണ്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും ലോ റിസ്കിൽ ഹൈ റിവാർഡ് കിട്ടാവുന്ന ഒരു ട്രേഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സോണിൽ എത്തിയാലേ നമ്മൾ വാങ്ങുള്ളൂ, ആ ചുളിവ് വിലക്ക് കിട്ടിയാലേ നമ്മൾ ഈ പരിപാടിക്കുള്ളൂ എന്നുള്ള തരത്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ ബെസ്റ്റ് ട്രേഡ് ഓൾമോസ്റ്റ് ഇവിടെ നിന്നായിരിക്കണം. ഇൻ കേസ് ഇനിയിപ്പോൾ മുകളിലേക്ക് പോയാൽ അല്ലേ, നമ്മൾ വരച്ചിട്ട ആ ടൂൾസുകളൊക്കെ, അപ്പോൾ ഇത് ട്രേഡിംഗ് വ്യൂ
ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ടിപ്പുമാണത്. നമ്മൾ ഓൾറെഡി ഇവിടെ ഈ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണത് ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഈ റെക്ടാങ്കിൾ വേണമെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പം ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ട്രേഡ് എവിടെ നിന്നാണ്? 23,400 ഒരു ബയറിഷ് ട്രേഡ് നമുക്കുണ്ട് അല്ലേ. 23,400 അതായത് ഈ റെസിസ്റ്റൻസിൽ നിന്ന്. പക്ഷെ ആ റെസിസ്റ്റൻസിൽ നിന്ന് ട്രേഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ബിക്കോസ് അത് മെയിൻ ട്രെൻഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വലിയൊരു റിസ്ക് റിവാർഡ് പ്രതീക്ഷിക്കേണ്ട. വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള ഒരു സ്ലിപ്പർ എൻട്രി കിട്ടണമെങ്കിൽ മാത്രം ഒരു കൈ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 1 മിനിറ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവണം. മാർക്കറ്റ് അവിടെ നന്നായിട്ട് റിജക്ട് ചെയ്യണം. എക്സാക്ട്ലി ആ ഏരിയയിൽ എത്തുമ്പോൾ നല്ലൊരു സെല്ലിങ് വരുന്ന സംശയം തോന്നിയാൽ മാത്രം വീണ്ടും തിരിച്ച് പയ്യെ കയറി വരുമ്പോൾ ഒരു 61% കയറുമ്പോൾ നമുക്ക് ഷോർട്ട് ചെയ്യാം. അങ്ങനെ ഷോർട്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിന് തൊട്ട് മുമ്പ് എവിടെ വരെ പോയി അതിന് തൊട്ട് മേലെ വെച്ചിട്ട് നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, മാർക്കറ്റ് ഈ മുകളിലേക്ക് പോകുന്ന ഒഴുക്കിൽ അധികം താഴത്തേക്ക് വരണമെന്നില്ല അല്ലെ, വീണ്ടും കയറി പോകും. അപ്പോഴേക്കും നമ്മുടെ ടാർഗറ്റ് കിട്ടണമെങ്കിൽ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. അപ്പോൾ ഈ എക്സ്ട്രീം ബുള്ളിഷ് കേസിൽ നമ്മൾ ഒഴുക്കിനെതിരെ ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇവിടുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം നിങ്ങളത് നിങ്ങളുടെ ചാർട്ടിൽ പോയിട്ട് വരച്ചിടാൻ നോക്കുക. അതിനുശേഷം ഓപ്ഷന്റെ സ്ട്രൈക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് ആഡ് ചെയ്യുന്നത് മീൻസ് സ്റ്റോക്ക് ബ്രോക്കറുടെ ആപ്പിലേക്കാണോ? അതായത് ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുന്നതാണോ? വാച്ച് ലിസ്റ്റിലേക്ക്? ഓക്കെ. ഫോർ എക്സാമ്പിൾ നമുക്ക് കൊടുത്തൊരു ട്രേഡ് കിട്ടിയെന്ന് വിചാരിക്കാം. 23,280 ഏകദേശം ഈ ലെവൽ അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ തൊട്ടടുത്തുള്ള 50ന്റെ ഗുണിതമായ 23,300 വാങ്ങുന്നതായിരിക്കും നല്ലത്. അതാണ് ATM അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം സിമ്പിള്, പിന്നെ സ്പേസ് ഇട്ടിട്ട് കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ, പിന്നെ സ്പേസ് ഇട്ടിട്ട് സ്ട്രൈക്ക്. അപ്പോൾ സിമ്പിൾ എന്താണ്? നിഫ്റ്റി സ്പേസ് CE ഫോർ കോൾ ഓപ്ഷൻ അല്ലെ. CP എല്ലാവർക്കും അറിയാലോ, CE സ്പേസ് ഇട്ടിട്ട് 23,300 ആണെങ്കിൽ 300. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഏർലി ഇപ്പോൾ 10-ാം തീയതിയാണ്, ഇപ്പം അടുത്ത എക്സ്പയറി 13-ാം തീയതി അല്ലെ. 13-ാം തീയതിയിലത്തെ ബൈ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രീമിയം 202 രൂപയാണ്. ഇൻറ്റു ലോട്ട് സൈസ് ആയിരിക്കും നമുക്ക് വരുന്ന ചെലവ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് നമ്മൾ അനാലിസിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. നമ്മൾ അണ്ടർലൈങ് ആണ് അനലൈസ് ചെയ്യേണ്ടത്. കാരണം ഇതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. സ്ട്രൈക്കിന്റെ ചാർട്ട് നമ്മൾ നോക്കിയിട്ട് ട്രേഡ് എടുക്കാറില്ല. അത് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചാർട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ആഡ് ചെയ്തല്ലോ, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തല്ലോ, നമ്മൾ ക്ലിക്ക് ചെയ്ത ഇവിടെ തന്നെ ചാർട്ട് കിട്ടും. കാരണം ഈ പല സ്ട്രൈക്കുകൾ ഉണ്ടല്ലോ, ഓരോ 50ന്റെ ഗുണിതങ്ങളും ഒരുപാട് സ്ട്രൈക്കുകൾ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി നോക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് അതിന്റെ അണ്ടർലൈനിന്റെ ചാർട്ടാണ്. അതായത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻസോ ഫിബൊനാച്ചിയോ റൗണ്ട് നമ്പേഴ്സോ ഒന്നും ആ സ്ട്രൈക്കിന്റെ ചാർട്ടിൽ നോക്കുന്നതിൽ അർത്ഥമില്ല. പലപ്പോഴും ബിഗിനേഴ്സ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. കാരണം സ്ട്രൈക്കിന്റെ ചാർട്ടിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ കണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ ബ്രേക്ക് ഔട്ട് എടുക്കുക എന്നുള്ളതൊക്കെ, അതിലും ബെറ്റർ നമ്മൾ അണ്ടർലൈൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നതാണ്. ഓക്കെ, ഫിബൊനാച്ചി. അപ്പോൾ നമ്മൾ ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഫിബൊനാച്ചി ടൂൾ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യണത് എന്നുള്ളത് തന്നെ കാണാം നമുക്ക്. അപ്പോൾ ഫിബൊനാച്ചി ടൂള് നിങ്ങൾ നോക്കി വെക്കുക, നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് 3-ാമത്തെ സെക്ഷനിലാണ് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എന്ന് പറയുന്ന ടൂള് അല്ലേ. അപ്പോൾ ടോപ്പിൽ പോവുക, 3-ാമത്തെ സെക്ഷനിൽ ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന ടൂള്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണ് Alt+F. അതടിച്ച് ഡ്രാഗ് ചെയ്താലും മതി. Alt+F ഫോർ ഫിബൊനാച്ചി. ഇത് നമ്മൾ വൺസ് ഫേവറേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് എടുക്കും. ഫേവറേറ്റിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഡ്രാഗ് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് എടുക്കുമ്പോൾ
ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒരുപാട് കളേഴ്സ്, മഴവില്ല് പോലെ കുറേ പോയിന്റ്സുകൾ ഒക്കെയാണ് കാണാൻ പറ്റുക. അപ്പോൾ അത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. കാരണം ഇതിലെല്ലാ ഫിബൊനാച്ചി ലെവൽസുകളും ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇപ്പോഴും ഇതന്നെ ഇട്ട് വരച്ചുകൊണ്ട് നടക്കണം. കാരണം ഇത് ഫുൾ ചാർട്ടിനെ മൊത്തം കൊളാക്കും അല്ലേ. പിന്നെ ഇത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റൈലിൽ പോവുക. സ്റ്റൈലിലാണ് ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ടൂള് കാണാവുന്ന തരത്തിൽ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി, സെറ്റിങ്ങിലേക്ക് പോകണ്ട, ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അതിനുശേഷം ഇത് നോക്കിക്കൊണ്ട് ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ട്രെൻഡ് ലൈൻ, ഫസ്റ്റ് വൺ. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ തുടങ്ങി എവിടേക്കാണ് അളക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അല്ലേ. വേണമെങ്കിൽ അതിന് കുറച്ച് കട്ടി കൂട്ടാം, ഇവിടെ പോയിട്ട് കട്ടി കൂട്ടാം. ഇനി ലെവൽസ് ലൈൻ. ലെവൽസ് ലൈനാണ് ഇതിൽ ഓരോ ലെവൽസുകളും പല കളറിലുള്ള ഈ ലൈൻ. അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ കുറച്ച് കട്ടി വേണമെങ്കിൽ കൂട്ടാം. കാരണം നമുക്ക് 1 or 2 ഫിബ് ലെവൽസ് ആവശ്യമുള്ളൂ. അപ്പോൾ ഉള്ളത് കുറച്ച് കട്ടി കൂട്ടാം. ഡോണ്ട് എക്സ്റ്റെൻഡ് മാറ്റിയിട്ട് എക്സ്റ്റെൻഡ് ലൈൻസ് റൈറ്റ് ആക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂസ് മൊത്തം ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ എപ്പോഴും നമ്മൾ ഈ റൈറ്റ് സൈഡ് പ്രൈസിൻ്റെ സ്പേസ് എപ്പോഴും ഫ്രീ ആയിരിക്കും. ആ സ്ഥലത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കിടന്നാൽ നമ്മൾ ചാർട്ട് ചിലപ്പോൾ സൂം ആയിട്ട് കിടക്കണമെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും എക്സ്റ്റെൻഡ് ലൈൻസ് റൈറ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറൻ്റ്ലി ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം ബാക്കി നിർത്താം. അപ്പോൾ നമുക്ക് 2 എണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഈ 61.8 മാത്രം ബാക്കി നിർത്താം. അപ്പോൾ ഫിബ് ടൂൾസുകൾ 2 നിലയ്ക്ക് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. 0.618 എന്നും പറയാറുണ്ട്, 61% എന്നും പറയാറുണ്ട്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് വാല്യൂസ് ഓർ പെർസെൻറ്റേജസ്. നമുക്ക് എന്ത് വേണം എന്നുള്ളതാണ്, പെർസെൻറ്റേജ് വേണോ വാല്യൂ വേണോ. അപ്പോൾ നമ്മളത് പെർസെൻറ്റേജ് ആക്കുമ്പോൾ 61% എന്നാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോവാം, ഓർഡറിൽ പോവാം. ഇനി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ലൈൻ ഉള്ളപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്താലും ഓഫ് ചെയ്തില്ലെങ്കിൽ വലിയ മാറ്റമില്ല. 2 ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി കാണും. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് കട്ടി കൂട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെങ്കിൽ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് വയലറ്റ് കളറാണ്. ഓക്കെ. ഇനി നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ഓൾറെഡി ഡാർക്ക് മോഡിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ബ്രൈറ്റ് ഓറഞ്ച് എങ്ങാനും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യെല്ലോ എങ്ങാനും യൂസ് ചെയ്യാം. ഇവിടെ നിന്ന് എടുത്ത് കാണാൻ പറ്റും. ഓക്കെ. അതിനുശേഷം താഴേക്ക് വന്നിട്ട് പ്രൈസസ് അൺചെക്ക് ചെയ്യുക. അതായത് നമുക്ക് പ്രൈസ് കാണേണ്ട കാര്യമില്ല. ഈ ഫിബൊനാച്ചി 61 ഏത് പ്രൈസിലാണെന്നുള്ളത് നമുക്ക് കാണേണ്ട കാര്യമില്ല. കാരണം അത് ഇവിടേക്ക് നോക്കിയാൽ കാണാം അല്ലേ. അപ്പോൾ പ്രൈസ് ഓഫ് ചെയ്യുക. വേണമെങ്കിൽ ഇടാം. ഈ ലെവൽസുകൾ വാല്യൂസ് മാറ്റി പെർസെൻറ്റേജ് ആക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഫോൺ സൈസ് കൂട്ടി ഒരു 24 ആക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ വലുതായി കാണാൻ പറ്റും അല്ലേ. അതിനുശേഷം നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ലാബൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ലെഫ്റ്റാണ് കിടക്കുന്നത്, അത് റൈറ്റിലേക്ക് ആക്കുക. അപ്പോൾ 0.618 എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കത് വാല്യൂസ് മാറ്റി പെർസെൻറ്റേജ് ആക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഫിബൊനാച്ചി ആയി 61.8. ഓക്കെ. ഇത് നമുക്കൊരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ചേഞ്ചസ്. ഇത് നമുക്കൊരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഒന്നില്ലെങ്കിൽ F61 അല്ലെങ്കിൽ മൈ ഫിബ് 61 പറഞ്ഞിട്ട് സേവ് ചെയ്യുക. അപ്പം ഞാനിവിടെ കുറേ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഞാനിവിടെ 61B എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ. 61% B എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഫിബൊനാച്ചി ടൂൾ എടുക്കുമ്പോൾ ഇവിടെ ഒരു 4 സ്ക്വയർ കാണാം, ടെംപ്ലേറ്റ്സ്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ടെംപ്ലേറ്റ്സുകൾക്ക് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 61B ആണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സേവ് ചെയ്തത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും അത് ഓരോ ഫിബൊനാച്ചി 61 78 സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇത് രണ്ടും കൂടിയിട്ടും ഒരു ടെംപ്ലേറ്റ് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം 61% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിബ് എടുത്തിട്ട് ഇപ്പോൾ 78ലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് 61ലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനി 61ലാണ് കിടക്കണേ, പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രൈസ് 78 വരുമ്പോഴാണ് കീ ലെവലായിട്ട് മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ അത് 78ലേക്ക് സ്വിച്ച് ചെയ്യാം. ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടും കൂടി ഇട്ട് നോക്കിയിട്ട് അതിൽ എവിടെയാണ് കീ ലെവല്, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അലൈൻ ആവണേന്ന് നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ നെക്ക് ലൈൻ ഏത് ഫിബിലാണ് അലൈൻ ആവണേന്ന് നോക്കിയിട്ട് മറ്റേത് ഓഫ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു നല്ല വർക്കിംഗ് ഫ്ലോ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നേക്കാളും ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ട്രേഡ് എടുക്കാനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിബ് ലെവൽസ് നിഫ്റ്റിയിൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്നത് ടൈം ഫ്രെയിം അത് ഫിബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രൈസ് ആക്ഷന്റെ എല്ലാ കാര്യങ്ങളിലും ടൈം ഫ്രെയിം എന്നുള്ളൊരു എലമെന്റ് ഇല്ല. അതായത് എല്ലാ ടൈം ഫ്രെയിമിലും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 1 ഡേയുടെ ചാർട്ട് എടുത്താലും അതിൽ ഫിബ് വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്ത എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റിയുടെ 1 ഡേയുടെ ചാർട്ടാണത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫിബ് കറക്റ്റായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യണതായിട്ട് കാണാൻ പറ്റും. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിൻ്റെ 78% വീണ്ടും അടുത്ത് ഫോളോ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 61% ആണ്. അപ്പോൾ ഇത് അളന്ന് തന്നെ നോക്കണം. നമ്മൾ സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫിബ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ അളന്ന് നോക്കുക. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിൻ്റെ 78%-ലാണ് ഇവിടെ നിന്നൊരു ഫോളോ വന്നേക്കുന്നത്. ആ 78% വീണ്ടും ഇവിടെ പിൻ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. വീണ്ടും ഇവിടെ പിൻ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 1 അവറിൻ്റെ ചാർട്ട് എടുത്താലും, ഇത് നിഫ്റ്റിയിൽ മാത്രമല്ല ഏതൊരു സ്റ്റോക്ക് എടുത്താലും വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫിബൊനാച്ചി. ഏത് ടൈം ഫ്രെയിം എടുത്താലും. ഓക്കെ, താങ്ക് യു. ഇത് ഈ ഫിബ് റീട്രേസ്മെന്റിൽ സ്റ്റൈലിന്റെ അവിടെ സെറ്റിംഗ്സ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? എന്ത് സെറ്റിംഗ്സാ? ഫിബ് റീട്രേസ്മെന്റിന്റെ അവിടെ സ്റ്റൈലിന്റെ അവിടെ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താനുണ്ടോ? ഈ സ്റ്റൈലിലാണ് ഇതെല്ലാം കിടക്കുന്നത്, കോർഡിനേറ്റ്സിലല്ല, സ്റ്റൈലിലാണ് ഇതെല്ലാം കിടക്കുന്നത്. ഓക്കെ, അവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 0.6. അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞത്. ഈ 0 മാത്രം ചെക്ക് ചെയ്താൽ മതി ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം ടെംപ്ലേറ്റ് സേവ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ആ ലെവല് സെലക്ട് ചെയ്യേണ്ടത്. എല്ലാം വേണ്ട. 61 മാത്രമായിട്ട് ടെംപ്ലേറ്റ് സേവ് ചെയ്യുക, 78 മാത്രമായിട്ട് ടെംപ്ലേറ്റ് സേവ് ചെയ്യുക. അതെ അതെ അതെ, ഇങ്ങനെയാണ് നമുക്ക് ഡീഫോൾട്ട് കാണാൻ പറ്റുക. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു ആവശ്യമില്ല. ഇത് ഓരോന്നിനും പല പല പർപ്പസ് ആണ്. അപ്പൊ നമ്മൾ ട്രെൻഡ് ട്രേഡിങ്ങിനാണ് ഫിബ് യൂസ് ചെയ്യുന്നത്. അത് കൂടുതലും 50, 61, 78 ആണ് ഡിസ്കൗണ്ട് ലെവൽസ്. ആ ലെവൽസ് മാത്രമേ നമുക്ക് ഫുൾ ബാക്ക് ട്രേഡിങ്ങിന് ആവശ്യമുള്ളൂ. ഏതാ, നിഫ്റ്റി ആണോ? ഇത് അപ്രോക്സിമേറ്റ്ലി 50% ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഊഹിക്കാലോ, 78ഉം 61ഉം തമ്മിലുള്ള ഓൾമോസ്റ്റ് ആ ദൂരമാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ 50%-ലാണ് റിവേഴ്സ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ 50-ൽ കിട്ടിയാൽ വാങ്ങാറില്ല. നല്ല ഡീപ്പായിട്ട് താഴ്ത്തേക്ക് വരണമെങ്കിൽ മാത്രമാണ് വാങ്ങാറുള്ളത്. അല്ല, ഇന്നത്തെ ലോ, അതായത് ഈ ബ്രേക്ക് ഔട്ടിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഇന്നലത്തെ ലോൺ എടുക്കാൻ പറ്റില്ല. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോകുമ്പോൾ അതിൽ ലേറ്റസ്റ്റ് ലോയിൽ നിന്നാണ് നമ്മൾ ഫിബ് അളക്കുക. ഇല്ല, ഇവിടെ നിന്ന് അളക്കരുത്, ഇവിടെ നിന്നാണ് അളക്കുക. അതെ. ഇനിയിപ്പോ ഒന്നിലധികം ലോസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒന്നിലധികം ലോസ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരാറുണ്ട് പലപ്പോഴും, കണ്ടോ. ഓക്കെ, അപ്പോ എവിടെയാണോ മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കുന്നത് അതിന് മുമ്പുള്ള ലോയിൽ നിന്നാണ് ഫിബ് അളക്കുക. ഇതേ കേസ് തന്നെ വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ലോ, ഇവിടെ ഒരു ലോ, ഇവിടെ ഒരു ലോ, ഇവിടെ കട്ടായി. അപ്പൊ ഇതിനു മുമ്പുണ്ടായി ഹൈ കട്ടായതിനുള്ളിലുള്ള എക്സ്ട്രീം ലോയിൽ നിന്നിട്ടാണ് ഫിബ് അളക്കുക. ഈ കേസിലാണെങ്കിൽ ഇവിടെ നിന്നാണ് അളക്കുക, ഈ കേസിലാണെങ്കിൽ ഇവിടെ നിന്നാണ് അളക്കുക. ബ്രേക്ക് ഔട്ടിന്റെ കേസ് എക്സെപ്ഷണൽ കേസാണ്. ബ്രേക്ക് ഔട്ടിന്റെ കേസിൽ ആ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ലോയിൽ നിന്നാണ് ഫിബ് അളക്കുക, ഈ ലോ. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി, ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. ഫിബ് അളക്കുമ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ, വളരെ എക്സ്റ്റെൻഡഡ് മാർക്കറ്റ് എന്നാണ് ഇതിന് പറയാം.
ഇങ്ങനെ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ടാക്കി കറക്ഷൻ അധികം താഴത്തേക്ക് വന്നില്ല, വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറി വീണ്ടും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയെന്ന് വിചാരിച്ചു അതിന് മുമ്പുള്ള ട്രെൻഡ്. അപ്പോൾ നമ്മൾ ഫിബ് അളക്കുക ഇവിടെ നിന്നായിരിക്കും. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ഇമ്പൾസീവ് മൂവ്, ഫസ്റ്റ് ഇമ്പൾസീവ് മൂവ് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തിട്ടില്ല. അതായത് മിനിമം ഒരു 61% എത്തിയിട്ടില്ല. ഇതാണ് 61% അല്ലേ? അത്തരത്തിലുള്ള കേസുകളിൽ അതിന് മുമ്പേ മാർക്കറ്റിൽ വീണ്ടും ഡിമാൻഡ് വന്നു. അത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ താഴെ നിന്നിട്ടാണ് ഫിബ് അളക്കുക. ഇവിടെ നിന്നിട്ട് അളന്നാൽ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇവിടേക്ക് അളന്നു എന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് നമ്മളുടെ ഡിമാൻഡ് സോൺ എന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ തുടങ്ങും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും റീവിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മേടിക്കാൻ നോക്കിയാൽ നമ്മുടെ സ്റ്റോപ്പ് പോവും. തിരിച്ച് മാർക്കറ്റ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതിൻ്റെ 61% മുകളിലേക്ക് പോകുന്ന കാണാറ്. മനസ്സിലായോ? അപ്പോൾ ഇൻ ഷോർട്ട് നമ്മളൊരു ട്രെൻഡ് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് താഴത്തേക്ക് കറക്റ്റ് ചെയ്തിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ലോയിൽ നിന്ന് ലേറ്റസ്റ്റ് ഹൈയിലേക്ക് ഫിബ് അളന്നാൽ മതി. നേരെ മറിച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മാർക്കറ്റ്, അതായത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാതെ ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് ഇവിടെ വരെ അളക്കരുത്. ഇവിടെ ഒരു ലോ ആയിരിക്കുമല്ലോ, ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെയാണ് നമ്മൾ അളക്കേണ്ടത്. അതായത് ഇവിടെയാണ് നമ്മുടെ ഡിമാൻഡ് സോൺ, ഇവിടെയല്ല. ഓക്കെ, അപ്പോൾ ഫിബ് എന്ന് പറയുന്നത്, ഫിബ് അളക്കാന്ന് പറയുന്നത് എല്ലാവർക്കും ബേസിക്കലി കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. പിന്നെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ ഓരോ ഫിബ് ലെവൽസിൽ വരുമ്പോഴും ആ ഫിബ് ലെവൽസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ബൈ ചെയ്യും. അപ്പോൾ 50-ലെത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് 61-ലേക്ക് വരണമെന്നില്ല. 50-ലെത്തുമ്പോൾ ഇതുപോലെ ഒന്ന് പുഷ് ചെയ്യും. പക്ഷെ അത് സ്വാഭാവികമാണ്. ഓരോ പ്രാവശ്യം മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ 38.2-ൽ ഒന്ന് പുഷ് ചെയ്യും, 50-ൽ ഒന്ന് പുഷ് ചെയ്യും, 61-ൽ ഒന്ന് പുഷ് ചെയ്യും. 61-ൽ പുഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോകണമെന്നില്ല. വീണ്ടും തിരിച്ച് താഴേക്ക് വന്ന് 78-ന്നായിരിക്കും ചിലപ്പോൾ പോവാം. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെയും ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നല്ല ഡിസ്കൗണ്ട് ലെവലിലേക്ക് വരണമെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടൂ. കാരണം നമ്മൾ ഫിബ് മാത്രം യൂസ് ചെയ്തിട്ടല്ല ട്രേഡ് ചെയ്യുന്ന, ഈ ഒരു താങ്ങും കണ്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടേക്ക് വരാണെങ്കിൽ മാത്രമേ വേണ്ടൂ. ചിലപ്പോൾ ഫിബൊനാച്ചി 50-ന്ന് എന്താ പറയുക റിജക്ട് ചെയ്തത് പോയേക്കാം. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും പലപ്പോഴും നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും 61 അല്ലെങ്കിൽ 78% ഒന്നും വീഴാറില്ല. മാർക്കറ്റ് ഇങ്ങനെ പോയി 61-ലേക്ക് വന്നു, ഇങ്ങനെ പോയി 50-ലേക്ക് വന്നു, ഇങ്ങനെ പോയി 78 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അത്രയും താഴത്തേക്ക് വരാറില്ല. അതിന് മുമ്പേ ആൾക്കാരത് ബൈ ചെയ്യാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ 50-ലോ 61-ലൊക്കെ ബൈ ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏറ്റവും താഴ്ത്തുനിന്ന് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് റിവാർഡ് കിട്ടുന്നത്. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതിൻ്റെ 78 ആണ് അല്ലേ? 78 ആണ്. അപ്പോൾ 78-ൽ നിന്ന് തിരിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് സ്വിങ്ങിലോടെ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ലേറ്റസ്റ്റ് ഹൈയിൽ നമ്മുടെ ടാർഗറ്റ് വെക്കുകയും ചെയ്താൽ 1:1.7 ഉണ്ട്. ഇനി നേരെ മറിച്ച് നമ്മൾ 61-ൽ മാർക്കറ്റ് തട്ടിത്തിരിക്കുമ്പോൾ എടുത്തിരുന്നെങ്കിൽ 61-ൽ മാർക്കറ്റ് തട്ടിത്തിരിക്കുമ്പോൾ എടുത്തിരുന്നെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് സെയിം സ്ഥലത്ത് തന്നെ വെക്കുന്നതായിട്ട് സങ്കല്പിക്കാം, ടാർഗറ്റും സെയിം സ്ഥലത്ത് തന്നെ വെക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഇവിടെ 1:1.7 കിട്ടി കൊടുത്ത് ഇവിടെ 1:1 പോലും ഇല്ല, 0.85 ഉള്ളൂ. അപ്പം എത്രമാത്രം മാർക്കറ്റ് താഴേക്ക് വന്നിട്ടാണ് എടുക്കുന്നത് അത്രമാത്രം നമ്മുടെ റിസ്ക് റിവാർഡ് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഫിബ് ലെവൽസുകൾ വരയ്ക്കാനും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നല്ലൊരു ക്ലാരിറ്റിയിൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനിയും കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് പല ആൾക്കാർക്കും തോന്നുന്നൊരു എലമെന്റ് ആണ് ഫിബ് ലെവൽസ് വരയ്ക്കുക എന്നുള്ളത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ട്രെൻഡ് ലൈൻസും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഫിബ് ലെവൽസ് ആണ് പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറ്. ഇത് എവിടെ നിന്ന് എവിടേക്ക് വരയ്ക്കും എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്. അപ്പം അതിനാണ് കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ
ഈ നമ്മൾ പതിവ് പോലെ തന്നെ 4 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാം. ഒന്ന് മാർക്കറ്റ് ഇവിടേക്ക് വന്ന് ഇവിടുന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അടിക്കുകയാണെങ്കിൽ വീണ്ടും തിരിച്ചു വരുമ്പോൾ ബൈ ചെയ്യാം അല്ലേ. ഇതാണ് നമ്മളുടെ പ്ലാൻ ചെയ്യുന്ന ബുള്ളിഷ് എൻട്രി, മെയിൻ എൻട്രി. ഇനി ഇവിടെ നിന്ന് ബൈ മാത്രം ചെയ്തോളണമെന്നില്ല. ഇതൊരു കീ ലെവലാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ താഴ്ത്തേക്കും വരാം. അപ്പം എന്ത് ചെയ്യാം, മാർക്കറ്റ് താഴ്ത്തേക്ക് വന്ന് ഈ ഒരു ലെവലിൽ നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പുട്ട് വാങ്ങാം. പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വീഴാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പുട്ട് വാങ്ങാനുള്ള ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് മാർക്കറ്റ് ഈ ഒരു കീ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴ്ത്തേക്ക് വീഴാണെങ്കിൽ നമുക്ക് പുട്ട് വാങ്ങാം. ഇനി നേരെ മുകളിലേക്കും അതുപോലെ തന്നെ 2 പോസിബിലിറ്റി നമുക്ക് കാണാം. ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് ചെയ്ത്, കാരണം അത്ര നല്ല റെസിസ്റ്റൻസ് അല്ല, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് വീണ്ടും പ്രീമിയം ലെവലിൽ എത്തുമ്പോൾ, പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 61 മേലെ എത്തുമ്പോൾ മാത്രം പുട്ട് വാങ്ങാം. ഇനി നാലാമത്തെ, മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു റെസിസ്റ്റൻസിൽ റൗണ്ട് നമ്പർ 23,400 പ്രീവിയസ് റെസിസ്റ്റൻസ് അല്ലേ, ഈ റെസിസ്റ്റൻസിൽ ഇങ്ങനെ നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ കോൾ വാങ്ങാം. നമ്മളെല്ലാ ക്ലാസ്സുകളിലും റിവൈസ് ചെയ്യാറുള്ളതാണ്. നമ്മളെപ്പോഴും നിഫ്റ്റിയിൽ ഒരു അനാലിസിസ് നടത്തുമ്പോൾ ഈ 4 ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. പലപ്പോഴും ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാറുണ്ട്. കാരണം നമ്മളിവിടെ ബൈ മാത്രം നോക്കിയിരിക്കും. ഇവിടെ നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് നല്ലൊരു റാലി താഴ്ത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഇപ്പൊ പുട്ട് വാങ്ങായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിക്കണമെന്നില്ല അല്ലെ, മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിക്കണമെന്നില്ല. മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ, നേരെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വാങ്ങരുത്. അത് റിസ്ക് ആണ്, ചീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു ചെളിക്കുണ്ടിലേക്ക് ഒരാൾ കാലെടുത്ത് ഇങ്ങനെ തപ്പി നോക്കി വെക്കുന്ന പോലെ മാർക്കറ്റ് നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് വേണം മുകളിലേക്ക് കടക്കാൻ. അപ്പോഴാണ് നല്ലൊരു മൊമെന്റ് ഉണ്ടാവാറ്. താഴ്ത്തിക്കാണെങ്കിലും ഇവിടെ നേരിട്ട് താഴ്ത്തിക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പുട്ട് വാങ്ങരുത്. ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്ത് ഫോളോ ചെയ്താൽ പുട്ട് വാങ്ങാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ നിഫ്റ്റിയിൽ വരച്ചിടുക. മാക്സിമം ഇന്നത്തെ ട്രേഡ് വല്ലതും കിട്ടുകയാണെങ്കിൽ മിസ്സാക്കാതിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് പ്രതീക്ഷിക്കേണ്ട. നല്ല എൻട്രീസ് മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് ആഴ്ചയിൽ 2-3 ട്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ഉൾക്കൊള്ളാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ലൈവ് സെക്ഷനിൽ കാണാം. താങ്ക് യു. ശരി.